Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചു കാലമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നിശ്ചലമായിരുന്നു. ഒരു വീഡിയോയോ കമ്മ്യൂണിറ്റി പോസ്റ്റോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടാകില്ല. ചിലരൊക്കെ എന്നോട് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് കുറച്ചുപേർ മാത്രമാണ്, ചില സുഹൃത്തുക്കളുണ്ട്, അവർ മാത്രമാണ് എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്, ചാനലിന് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ. സത്യത്തിൽ ചാനലിനൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ തിരക്കുകൾ കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതാണ്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പഴയതുപോലെ തന്നെ ചാനൽ വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അടിപൊളി സ്മാർട്ട് ഫോണിനെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഏതാണ് ആ സ്മാർട്ട് ഫോൺ എന്നല്ലേ? ഓപ്പോയുടെ എ സീരീസിലെ മിഡ് റേഞ്ച് സെഗ്മെന്റിലെ സീരീസായ എ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള A55. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുമാത്രമല്ല ചെറിയൊരു ഓഫർ കൂടിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഈ സ്മാർട്ട് ഫോൺ വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ സെൽ 6 മൊബൈൽ സ്റ്റോറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡെലിവറി ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി ലഭിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കാം. സോ ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ബോക്സിലാണ് നമുക്ക് ഓപ്പോയുടെ A55 എന്ന മോഡൽ ലഭ്യമാവുന്നത്. സോ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയി തന്നെ അങ്ങ് ഓപ്പൺ ചെയ്യാം. സാധാരണയായി എല്ലാ സ്മാർട്ട് ഫോണിൻ്റെ കൂടെയും ലഭിക്കുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് അത് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, സിം ഇജക്റ്റിംഗ് ടൂൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും കാണുവാൻ കഴിയും. അതോടൊപ്പം ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ കൂടിയുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഹാൻഡ്സെറ്റിനെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യമേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സെഗ്മെന്റിലെ മറ്റുള്ള സ്മാർട്ട് ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്, ഇതിന്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. കാരണം അത്ര മികച്ച ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന ഒരു ഡിസൈനാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. ഓപ്പോയുടെ മറ്റുള്ള സ്മാർട്ട് ഫോണുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു കമ്പനി, ഓപ്പോ എന്ന ബ്രാൻഡ്, കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസൈനാണ്. സ്മാർട്ട് ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. ലോക്ക് ബട്ടണും അത് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ വോളിയം കീസ് കാണാം. അതിന് തൊട്ട് മുകളിലായിട്ടാണ് സിം സ്ലോട്ട് വരുന്നത്. 2 സിമ്മും മെമ്മറി കാർഡും ഇടാൻ പാകത്തിനുള്ള 3 സ്ലോട്ടുകൾ തന്നെ വരുന്നുണ്ട്. താഴെ ഭാഗത്തായി നോക്കിയാൽ മൈക്രോഫോൺ, ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ ടൈപ്പ് സി, ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ എന്നിവയൊക്കെ കാണുവാനും കഴിയും. സോ വളരെ മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് A55 എന്ന ഈ ഒരു മോഡലിനും കമ്പനി നൽകിയിരിക്കുന്നത്. എന്തായാലും ഞാനിതിൽ നിന്ന് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പരിശോധിക്കാം. ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായിട്ട് ഒരു പഞ്ച് ഹോൾ ക്യാമറ കാണാം. 6.51 ഇഞ്ച് വലുപ്പമുള്ള 720x1600 പിക്സൽ റെസൊല്യൂഷനോട് കൂടിയ ഒരു HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 89.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. സോ കുഴപ്പമല്ലാത്ത നല്ല രീതിയിലുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും ലഭിക്കുന്നതാണ്. റിഫ്രഷ് റേറ്റ് വരുന്നത് 60 Hz ആണ്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത് 120 Hz. പിന്നെ കളർ റീപ്രൊഡക്ഷന്റെ കാര്യത്തിലും ഫോൺ മികച്ച തന്നെ നിൽക്കുന്നുണ്ട്. വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാലും ഫുൾ ബ്രൈറ്റ്നസ്സിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുവാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഇതിലെ എബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കത് കാണിച്ചു തരാനായിട്ടാണ്. കളർ ഓയിസ് വേർഷൻ, ഓപ്പോയുടെ കസ്റ്റമൈസ്ഡ് OS വേർഷൻ 11.1 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 11. സോ രണ്ടും പുതിയത് തന്നെയാണ്. 12 ഇപ്പം ലോഞ്ച് ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 പല സ്മാർട്ട് ഫോണുകളിലും ബീറ്റ ടെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഉള്ള ഏറ്റവും പുതിയ 11 തന്നെയാണ് ആൻഡ്രോയിഡ് വേർഷൻ ഇതിൽ വന്നിട്ടുള്ളത്. 2.3 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയ ഒക്ടാകോർ പ്രൊസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTekന്റെ Helio G35 ആണ്. 2 വേരിയന്റുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഒന്ന് 4GB RAM 64GB വേരിയന്റ്, അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. മറ്റൊന്ന് 6GB റാമും 128GB സ്റ്റോറേജും വരുന്ന ഒരു വേരിയന്റ്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ യൂസേജിനാണെങ്കിലും നോർമൽ യൂസേജിനാണെങ്കിലും ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി എല്ലാവർക്കും അറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സൗണ്ട്. എത്രത്തോളം സൗണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും നമുക്ക് ലഭിക്കുമെന്നതാണ്. സോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഒരു പാട്ട് വെച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങൾ തന്നെ അത് കേട്ട് എത്രത്തോളം സൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സോ സ്പീക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എത്രത്തോളം നല്ല വോളിയമാണ്, എത്രത്തോളം നല്ല ക്ലാരിറ്റിയാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഡീസൻറ്റ് ക്വാളിറ്റി തന്നെ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി ഞാൻ എൻ്റെ ഫിംഗർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. വലിയ ഡിലേ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടച്ച് മാത്രമേ വേണ്ടൂ, പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ക്ലിക്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫിംഗർ ഓപ്പൺ ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫേസ് ലോക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ലോക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഓപ്പൺ ആയി. വളരെ ഫാസ്റ്റായി തന്നെ ഫേസ് ലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഡിലേയും അവിടെയുമില്ല. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ മുഖം കുറച്ച് പിറകോട്ട് ഞാൻ നീക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ തന്നെ ഓപ്പൺ ആയി. സോ ഫേസ് ലോക്കിൻ്റെ ഭാഗത്തായാലും ഫിംഗർ പ്രിൻറ്റിൻ്റെ ഭാഗത്തായാലും നല്ല റെസ്പോൺസ് തന്നെ ലഭിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ക്യാമറ. സോ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഒരു LED ഫ്ലാഷും നിങ്ങൾക്ക് താഴെയായിട്ട് കാണുവാൻ കഴിയും. സെൽഫി ക്യാമറയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെതാണ്. സോ ഞാൻ ഈ ക്യാമറ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഫോട്ടോ മോഡിന് തൊട്ടിപ്പുറത്തായി പോർട്രേറ്റ് ഓപ്ഷൻ ഉണ്ട്. സാധാരണ എല്ലാ ഫോണിലും വരുന്നത് പോലെയുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ടൈം ലാപ്സ്, എക്സ്പേർട്ട് മോഡ്, പനോരമ, മാക്രോ, സ്റ്റിക്കർ മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോ മോഡ് ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തായി നമുക്ക് നൈറ്റ് മോഡും ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് താഴെ ഭാഗത്തായി വന്നിട്ടുള്ളത്. ഇനി ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ LED ഫ്ലാഷിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. അതുപോലെ തന്നെ ഓട്ടോ ഫ്ലാഷിനും ഉള്ളത്. HDR ഓപ്ഷൻ ഉണ്ട്, ഡാസൽ കളർ മോഡ് ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ, അതായത് തേർഡ് പാർട്ടി ആപ്പുകളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതും ഇപ്പോൾ ഏകദേശം എല്ലാ സ്മാർട്ട് ഫോണിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കുറേയധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഷട്ടർ സൗണ്ട്, ലൊക്കേഷൻ ഒക്കെ ഇനേബിൾ ചെയ്യാനുള്ള ബട്ടണും താഴെ തന്നെ കാണുന്നുണ്ട്. വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ മാക്സിമം 180p വരെയുള്ള റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഇപ്പോൾ ആഡ് ചെയ്യാം. നിങ്ങൾ തന്നെ അത് കാണുക, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് വിലയിരുത്തുക. ഓക്കെ, സോ റിയർ ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോസ് ആയാലും അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ലഭിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. എന്തായാലും മൊത്തത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ Oppo A55 അടിപൊളിയാണ്. ഇനി എങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡേ ടു ഡേ യൂസേജിനായിട്ട് മിഡ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ തപ്പുകയാണ്. നല്ല ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും വേണം. കൂടാതെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Oppo A55. പിന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സെൽ6 മൊബൈൽ സ്റ്റോറുമായി കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡെലിവറി ഉണ്ട്. അത് മാത്രമല്ല ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ റിവീൽ ചെയ്യാം. അതിന് മുൻപായി ഈ സ്മാർട്ട് ഫോണിൻ്റെ വില കൂടി പറയേണ്ടതുണ്ട്. 4GB RAM 64GB വേരിയൻറ്റിന് 15,490, 6GB RAM 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് 17,490 നിലവിലെ വില വരുന്നത്. കൂടാതെ 2 കളർ വേരിയൻറ്റുകളിലും ഈ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. സ്റ്റാറി ബ്ലാക്ക്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കളറാണ്. പിന്നെ ഒരു കളർ കൂടിയുണ്ട്, റെയിൻബോ ബ്ലൂ. ഓക്കെ, ഇനി നമുക്ക് ആ ഗിഫ്റ്റ് അങ്ങ് റിവീൽ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഐറ്റം. നിങ്ങൾ സെൽ6 മൊബൈൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 999 രൂപ വിലയുള്ള ഈ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ആണ് ഗിഫ്റ്റായിട്ട് ലഭിക്കാൻ പോകുന്നത്. സോ ഡോണ്ട് മിസ് ദ ഓഫർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡെലിവറി ഉണ്ട്. കോൾ ചെയ്തോളൂ, ഓർഡർ പ്ലേസ് ചെയ്തോളൂ. നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വീഡിയോയിലും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.